അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ്. കഹാവത്ത്. കഹാവത്ത് എന്ന് പറഞ്ഞാൽ പ്രോവർബ്, പാരബിൾ എന്നെല്ലാം പറഞ്ഞാൽ പഴഞ്ചൊല്ല്. ദർജ് ദൈൽ കഹാനി പഠേ, താഴെ വരുന്ന കഥ വായിക്കൂ. ഏക് ദിൻ കി ബാത് ഹെ, ഒരു ദിവസത്തിൻ്റെ കാര്യമാണ്, ഒരു ദിവസം ഉണ്ടായ സംഭവമാണ്. ഏക് ലോമഡി, ഒരു കുറുക്കൻ, അപ്പിനി ഇതാക്കി, തൻ്റെ ഭക്ഷണത്തിൻ്റെ തലാഷ്മേം, അന്വേഷിച്ചുകൊണ്ട് നിക്കലി പുറപ്പെട്ടു. തലാഷ് കർണ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, നിക്കലിന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. സാറേ ദിൻ, ദിവസം മുഴുവനും ഗൂംതി ഫിർത്തി രഹി, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഗൂംന ഫിർന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. ഗാനേക്കോ കുച്ച്നെ മില, തിന്നാൻ ഒന്നും കിട്ടിയില്ല. ഉസി തലാഷ്മേം, അങ്ങനെ അന്വേഷണത്തിൽ വോ ഏക്ക് ബാഗ്മേം പഹുഞ്ച് ഗയി, അങ്ങനെ അവൻ ഒരു തോട്ടത്തിലെത്തി. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. വഹാം, അവിടെ അങ്കോർക്കി ബേൽത്തി, മുന്തിരി വള്ളി ഉണ്ടായിരുന്നു. അങ്കോർ എന്ന് പറഞ്ഞാൽ മുന്തിരി, ബേൽ എന്ന് പറഞ്ഞാൽ വള്ളി. അങ്കോർക്കി രസ്ദാർ ഹുഷെ ലഡക് രഹത്തെ, അങ്കോർക്കെ മുന്തിരിയുടെ, റസ്ദാർ എന്ന് പറഞ്ഞാൽ പയസത്തുള്ള, റസ് എന്ന് പറഞ്ഞാൽ പയസത്ത്, റസ്ദാർ പയസത്തുള്ള, ഹൂഷെ വള്ളി, ലഡക് രഹത്തെ തൂങ്ങിക്കിടക്കുന്നു, അവിടെ ഇങ്ങനെ കിടക്കുന്നു. ലോമഡീനെ മുഹ്മെ പാനി ബർ ആയ, ആ കുറുക്കൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. ബർ ആന നിറയുക. ആസ്പാസ് ദേക്കർ, ചുറ്റുപാടും നോക്കിയിട്ട്. ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. ദേക്കർ നോക്കിയിട്ട്. വോ അങ്കോർക്കെ ഏക്ക് ഹൂഷേക്ക് തറഫ്, ആ മുന്തിരിയുടെ, ഏക്ക് ഹൂഷേക്ക് തറഫ്, ഒരു മുന്തിരി വള്ളിയുടെ, കി തറഫ് ഭാഗത്തേക്ക്, ഉച്ചലി ചാടി. നോട്ട് ചെയ്യുക, ഉച്ചൽന എന്ന് പറഞ്ഞാൽ ചാടുക. ഉച്ചലി ചാടി. മഗർ പക്ഷേ, ഉസ്തക്നെ പഹുഞ്ച് സകി, അവനക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. തോടി ദേർ ബാദ്, കുറച്ചു നേരം കഴിഞ്ഞ്, ഉസ്നെ റൊഹ് ബദൽക്കർ, മുഖം തിരിച്ചിട്ട്, ഫിർ വീണ്ടും, ചലാങ്ക് ലഗായി, കുതിച്ചു ചാടി. ചലാങ്ക് ലഗാന എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടുക. മഗർ പക്ഷേ, മുഹ്മെ വായിൽ, ഏക് ബി അങ്കോർ നെഹിം ആയ, എന്ത് ചെയ്തില്ല, വായിലേക്ക് ഒരു മുന്തിരിയും വന്നില്ല. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു. ഹിമ്മത്ത് നെഹിം ഹാർനി ചായേ, ഒരിക്കലും മനക്കരുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പരാജയപ്പെടാൻ പാടില്ല. ഹാർന എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക. ഫിർ പിന്നീട്, ഉസ്നെ അവൻ, അപ്പിനെ ജിസ്മൻ തൻ്റെ ശരീരത്തിൽ, ഫുർത്തി എന്ന് പറഞ്ഞാൽ ഉന്മേഷം, ധൈര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. തൻ്റെ ശരീരത്തിൽ ഫുർത്തി, ഉന്മേഷം പൈതാക്കി, ജനിപ്പിച്ചിട്ട്. അവർ ലഗാത്താർ, തുടർച്ചയായി. ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, തുടർച്ചയായി. കൈ ചലാങ്കേം ലഗായേം, പലതവണ എന്ത് ചെയ്തു, കുതിച്ചു ചാടി. മഗർ അങ്കോറോം, പക്ഷേ മുന്തിരികൾ, അങ്കോറോം തക്ക് നെ പഹുഞ്ച് സകി, മുന്തിരി വരെ എത്താൻ സാധിച്ചില്ല. ഓർ ഓ ബുരി തൊറഹ് തക് ഗയി, അവൻ എന്ത് ചെയ്തു, വളരെയധികം ക്ഷീണിച്ചു. തക് ജാന എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു, വളരെ മോശമായി അവൻ എന്ത് ചെയ്തു, ക്ഷീണിച്ചു. ഹി ടയേർഡ് വെരി ബാഡ്ലി എന്ന് പറയില്ല, തക് ജാന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക. ആഹിർഗർ അവസാനം, നിട്ടാൽ ഹോക്കർ തളർന്നിട്ട്, നിട്ടാൽ ഹോന എന്ന് പറഞ്ഞാൽ തളരുക. നിട്ടാൽ ഹോക്കർ തളർന്നിട്ട്, ബാഹ്സെ ആ തോട്ടത്തിൽ നിന്ന്, ബാഹർ ജാനലകെ പുറത്ത് വരാൻ തുടങ്ങി, പുറത്ത് പോകാൻ തുടങ്ങി. ജാത്തെ ജാത്തെ അങ്ങനെ പോകുമ്പോൾ, ഉസ്നെ അങ്കോറോങ്കോ മുടുക്കർ ദേക്ക, ആ മുന്തിരികളെ തിരിഞ്ഞു നോക്കി. മുടുക്കർ ദേക്ക, തിരിഞ്ഞു നോക്കുക. മുടുക്കർ ദേക്കിന തിരിഞ്ഞു നോക്കുക. നോട്ട് ചെയ്യുക പദം, മുടുക്കർ ദേക്കിന തിരിഞ്ഞു നോക്കുക. തിനി ദേർമേം, അതിനിടയിൽ, ലേക്ക് ദൂസരി ലോമടി, മറ്റൊരു കുറുക്കൻ ആകെ അവിടെ വന്നു. അവർ കഹനയിലേക്ക് പറയാൻ തുടങ്ങി. ബഹൻ ക്യോം, സഹോദരി എന്തു പറ്റി? ചൽ ദേം പോവാണോ? അങ്കോർ നെഹി മേലി, മുന്തിരി കിട്ടിയില്ല എന്ന് ചോദിച്ചു. ലോമഡീനെ കഹ, ആ കുറുക്കൻ പറഞ്ഞു. നെഹീം, പോകുന്നല്ല, അങ്കോർത്തോ ബഹത്ത്, അവിടെ മുന്തിരിയൊക്കെ തോനുണ്ട്. ലേക്കിൻ ഗട്ടേഹെ, എന്താണ്, പുളിപ്പുള്ളതാണ് എന്ന് മറുപടി പറഞ്ഞു. ഇതൊരു പഴഞ്ചൊല്ലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, കിട്ടാത്ത മുന്തിരി പുളിക്കും, അല്ലേ? അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പോൾ ആ കുറുക്കൻ പറഞ്ഞു, പുളിപ്പുള്ളതാണ് എന്ന് പറഞ്ഞു. കഹാനിക്ക് ആഹ്റിമൻ ലോമഡീനെ, ഈ കഥയുടെ അവസാനത്തിൽ കുറുക്കൻ, അങ്കോറിനെ ഗാനേക്ക് ജോ വജ് ബത്തായേ, മുന്തിരി തിന്നാതിരിക്കാനുള്ള ഏതൊരു കാരണമാണോ പറഞ്ഞത്, എന്താണ് ആ കാരണം? ഇനി അങ്കോർ ഗട്ടേഹെ, മുന്തിരി പുളിപ്പുള്ളതാണെന്ന് പറഞ്ഞു. ഏക്ക് കഹാവത്തി, അത് ഒരു പഴഞ്ചൊല്ലാണ്. ലോമഡീനെ, ആ കുറുക്കൻ, അപ്പിനി ഷർമന്ദഗി,
തൻ്റെ നാണം ദൂർ കർണേ കേലിയെ വിദൂരത്താക്കാൻ വേണ്ടി ജോ വജു ബത്തായിയെ ഏതൊരു കാര്യമാണോ പറഞ്ഞത് ഉസെ അതിനെ ഹം ഐസെ മൗക്കി പർ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ മൗക്കി പർ ബോൾത്തേ ഹെ പറയുന്നു. ജബ് കോയി ആരെങ്കിലും കോയി അപ്പിനി ശർമന്ദഗിക്കോ തൻ്റെ നാണത്തെ ലജ്ജയെ ചുപ്പാനെ കേലിയെ മറക്കാൻ വേണ്ടി കോയി ബഹാന എന്തെങ്കിലും തന്ത്രം ബനാത്ത ഹെ തന്ത്രം ബഹാന എന്ന് പറഞ്ഞാൽ തന്ത്രം, ബഹാന ബനാന എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുക. ആരെങ്കിലും തൻ്റെ നാണം ലജ്ജ മറക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തന്ത്രം പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇത് പറയാറ്. കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അത് റിസൾട്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ അവനാകെ ചമ്മിപ്പോയി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ, അപ്പോഴൊക്കെ പറയും. അപ്പോൾ അവനെന്തെങ്കിലും ഒരു ന്യായം പറയും, ഒരു മുടന്ത ന്യായം. അപ്പോഴൊക്കെ നമ്മൾ പറയാം കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ. നീ ആ ബോൾഡ് ചെയ്ത ശ്രദ്ധിക്കുക. കഹാവത്ത് പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ അത് ഫിക്കർ, അതൊരു വാചകമാണ്, അല്ലെങ്കിൽ ജുംല, അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ്. കൗല് ഹെ അല്ലെങ്കിൽ ഒരു കൗലാണ്. ജിസെ ബാത്മേം അതിനെ ബാത്മേം സംസാരത്തിൽ സോർ ശക്തി പൈദാ കർണേ കെ ലിയെ ശക്തി കൂട്ടാൻ വേണ്ടി, ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഇസ്തിമാൽ കിയാ ജാത്ത ഹെ ഉപയോഗിക്കപ്പെടുന്നു. കഹാവത്ത് കെ പീച്ചെ കഹാവത്തിൻ്റെ പിറകിൽ കോയി വാക്യ എന്തെങ്കിലും സംഭവമോ യാ കഹാനി സൊറൂർ ഹോത്തി ഹെ അല്ലെങ്കിൽ സംഭവമൊക്കെ സൊറൂർ ഹോത്തി ഹെ എന്തായാലും ഉണ്ടാകും അല്ലേ. കഹാവത്ത് കെ ചന്ത് അൽഫാസ് പഴഞ്ചൊല്ലിൻ്റെ ചില വാക്കുകൾ ബാത്ത് ഒരു കാര്യം ബയാൻ കർദ്ദേത്തെ ഹെ അത് ഒരു കാര്യം വിശദീകരിക്കുന്നു. ജിസ്കെ ലിയെ അവക്ക് വേണ്ടി ആം തൂർപ്പർ എന്ന് പറഞ്ഞാൽ പൊതുവായി, ഖാസ് തൂർപ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി. ആം തൂർപ്പർ പൊതുവായി, ഖാസി തഫ്സീൽ പ്രത്യേകമായ വിശദീകരണം ദർക്കാർ ഹോത്തിയെ അത്യാവശ്യമാണ്. അവിടെ ദർക്കാന്നുള്ളൂ, അവിടെ ഒരു റാവ് വേണ്ടി വരും. ടെസ്റ്റിൽ ദർക്കാന്നുള്ളൂ. ദർക്കാർ ഹോന എന്ന് പറഞ്ഞാൽ ആവശ്യമാവുക, അത്യാവശ്യമാവുക. कहावत इंसानी तजरीबा का निचोट पेश करती है. हर कहावत എല്ലാ പഴഞ്ചൊല്ലും ഇൻസാനി തജ്രീബ മനുഷ്യ അനുഭവങ്ങളുടെ നിച്ചോട്ട് സാരാംശം, നിച്ചോട്ട് നോട്ട് ചെയ്യുക, നിച്ചോട്ട് സാരാംശം പേഷ് കർത്തിയെ അവതരിപ്പിക്കുന്നു, പേഷ് കർണ അവതരിപ്പിക്കുക. ഇസ്മേം ബഡേ അവയിൽ ബഡേ കുർക്കി വലിയ തത്വങ്ങളുടെ ബാത്തേം സംസാരം ബയാൻ ഹോത്തി ഹെ വിശദീകരിക്കുന്നു. ഗുർ എന്ന് പറഞ്ഞാൽ തത്വം, ബഡേ ഗുർക്കി വലിയ തത്വങ്ങളുടെ ബാത്തേം സംസാരം. കിസി സമാജി യാ തഹദീബി ഇത് ഏതെങ്കിലും സമാജി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ തെജിരിബ വാക്കിയ അവിടുത്തെ അനുഭവങ്ങളുടെയോ അല്ലെങ്കിൽ സംഭവങ്ങളുടെയോ അസർസെ സ്വാധീനത്തിൽ നിന്ന് അപ്പിനെ ആപ്പ് നോട്ട് ചെയ്യുക. സ്വയം ഉജൂദമേം ആ ജാതി ഹെ നിലവിൽ വരുന്നു. ഉജൂദമേം ആ ജാന നിലവിൽ വരിക, രൂപപ്പെടുക. ഓർ ഫിർ പിന്നീട് ഏക്ക് നെസിൽസെ ഒരു തലമുറയിൽ നിന്ന് ദൂസരി നെസിൽ തക്ക് മറ്റൊരു തലമുറ വരെ, ഓർ കബി ചിലപ്പോൾ ഏക്ക് മുൽക്ക് സെ ഒരു രാജ്യത്തിൽ നിന്ന് ദൂസരി മുൽക്ക് തക്ക് മറ്റൊരു രാജ്യത്തേക്ക് പहुंचाती എത്തുന്നു. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആ പഞ്ചലെത്തുന്നു. ഹമാരെ ജമാൻ മേ നമ്മുടെ ഈ ഭാഷയിൽ കഹാവത്തോं का एक बड़ा ഖസാന പായ ജാത്താ ഹെ നമ്മുടെ ഈ ഭാഷയിൽ പഴഞ്ചൊല്ലുകളുടെ ഒരു വലിയ ഖസാന, ഒരു ഖജനാവ് തന്നെ പായ ജാത്ത ഹെ ലഭ്യമാണ്. ഇസ്കി കുച്ച് മിസാലേം ദർജ് സൈലി ഹെ അവയുടെ കുറച്ച് ഉദാഹരണങ്ങളാണ് താഴെയുള്ളത്. ആസ്മാൻ സെ ഗിർന എന്ന് പറഞ്ഞാൽ വീയുക എന്നൊക്കെയാണ് അർത്ഥം. അടക്കിന എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക. ആസ്മാൻ സെ ഗിറ ആകാശത്തിൽ നിന്ന് വീണത്. പിന്നെ ഗുജൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈത്തപ്പന മരം. അപ്പോൾ ഈ ഗുജൂർമേം അടക്ക, ഗുജൂർമേം ഈത്തപ്പന മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, അടക്കിന തൂങ്ങിക്കിടക്കുക. അപ്പോൾ ഇതെന്തിനാ പറയുക? ഇതാണ് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുക? ഏക്ക് മുസീബത്ത് സെ നിക്കൽക്കർ ഒരു മുസീബത്തിൽ നിന്ന്, ഒരു വിപത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് കഴിച്ചിലായിട്ട്, ദൂസരി മുസീബത്ത് മേം ഫൻസ മറ്റൊരു മുസീബത്തിൽ അകപ്പെട്ടു. അതിനാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുക. ഫൻസിന എന്ന് പറഞ്ഞാൽ അകപ്പെടുക. അപ്പോൾ നമ്മൾ ഒരു വിപത്തിൽ അകപ്പെട്ടു, അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പം തന്നെ വേറൊരു വിപത്തിൽ അകപ്പെടുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. ആസ്മാൻ സെ ഗിര ഗുജൂർമേം അടക്ക എന്ന് ഉപയോഗിക്കുക. ഇപ്പോൾ സാധാരണയായി
ഇടി തട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയില്ലേ, ആദ്യം തന്നെ അവൻ ഇടി തട്ടി നിൽക്കാണ്, അപ്പോഴാണ് അവനെ പാമ്പും കടിച്ചത്. അപ്പോൾ ഒരു വിപത്ത് കഴിഞ്ഞ് മറ്റൊരു വിപത്ത് വരാം, മലയാളത്തിൽ അങ്ങനെ പറയലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ്. അബി ദില്ലി ദൂർ ഹെ. അടുത്ത പഴഞ്ചൊല്ല് അബി ദില്ലി ദൂർ ഹെ, ഇപ്പോഴും ഡൽഹി വിദൂരത്താണ്. ഇതെന്തിനാ പറയാ? കാം പൂര നഹിം ഹുവാ ഹെ, ജോലി പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യാ മക്സദ് പൂര ഹോനെ മേ ദേർ ഹെ, ആ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കുറച്ച് സമയമാടി ആവശ്യമുണ്ട്. ദേർ ഹെ, കുറച്ച് സമയമാടി ആവശ്യമുണ്ട്. അതിനാണ് അബി ദില്ലി ദൂർ ഹെ എന്ന പഴഞ്ചൊല്ല് പ്രയോഗിക്കുക. ചാർ ദിൻ കി ചാന്ദിനി ഫിർ അന്ധേരി രാത്. ചാർ ദിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം. ചാർ ദിൻ കി ചാന്ദിനി, കുറച്ച് ദിവസത്തേക്കുള്ള ചന്ദ്രൻ. ഫിർ അന്ധേരി രാത്, പിന്നെ എന്ത്? ഇരുട്ട് നിറഞ്ഞ രാത്രി. ഇത് വായിച്ച് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ വിശദീകരണം എന്താണ്? ജിന്ദഗിക്ക് തോടെ ദിൻ, ജീവിതത്തിൻ്റെ കുറച്ച് ദിവസം. ആറാമേ ചീൻസ്, ആറാമേ ചീൻസ് ഗുസർത്തെ, ശാന്തി സമാധാനത്തോടെ കഴിയുന്നു. ആറാമേ ചീൻ എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം. ആറാമേ ചീൻ ഒരേ അർത്ഥം തന്നെയാണ്. ആറാമേ ചീൻ ശാന്തി സമാധാനത്തോടെ ഗുസർത്തെ കഴിയുന്നു. ഉസ്കെ ബാദ്, അതിന് ശേഷം ഫിർ വഹി മുസീബത്ത്, അതിന് ശേഷം വീണ്ടും ഒന്ന് വരുന്നു? വിപത്ത് വരുന്നു. അതായത് ജീവിതത്തിൻ്റെ കുറച്ച് കാലമുള്ളൂ ശാന്തി സമാധാനം ഉണ്ടാവുക, അതിന് ശേഷം വിപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും. അതിനാണ് ഇത് പ്രയോഗിക്കുക. ചാർ ദിൻ കി ചാന്ദിനി, കുറച്ച് ദിവസം എന്തുണ്ടാവും? ചാന്ദിനി, ചന്ദ്രൻ ഉണ്ടാകും. അതിനുശേഷം അന്ധേരി രാത്, ഇരുട്ടുള്ള രാത്രി. മാൻ നെ മാൻ മേം തേരാ മഹ്മാൻ. മാൻ നെ മാൻ, മാൻ അംഗീകരിക്കട്ടെ, നെ മാൻ അംഗീകരിക്കാതിരിക്കട്ടെ, മേം തേരാ മഹ്മാൻ ഞാൻ നിൻ്റെ അതിഥിയാണ്. അപ്പിനെ ആപ്പ്, സ്വയം. അപ്പിനെ ആപ്പ് കോ കിസി പർ, സ്വയം മറ്റുള്ളവരുടെ മേൽ ജബർദസ്തി മുസല്ലിത്ത് കർണ, വളരെ വലിയ സ്വാധീനം നേടുന്നതിനാണ് ഇത്. അപ്പോഴാണ് ഇത് ഉപയോഗിക്കുക. മാനെ മാൻ, അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, ഞാൻ നിൻ്റെ അതിഥിയാണെന്ന് പറയാം, മറ്റുള്ളവരുടെ മേൽ സ്വാധീനം നേടുന്ന ഒരു സന്ദർഭത്തിലാണ്. ജയ്സി കർണി വൈസി ബർണി, എങ്ങനെ ചെയ്യുന്നോ വൈസി ബർണി അങ്ങനെ നിറയും. ജയ്സി കർണി, എങ്ങനെയാണോ ചെയ്യുന്നത് വൈസി ബർണി അങ്ങനെ നിറയും. ജയ്സ അമൽ കരോഗെ, എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് വൈസാബി ഫൽ മിലേക, അങ്ങനെ ഫലം ലഭിക്കും. എങ്ങനെയാണോ നമ്മൾ പണിയെടുക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഉണ്ടാവുക, അല്ലേ? ഇത് നമ്മൾ സാധാരണ മലയാളത്തിൽ എങ്ങനെ പറയല്? എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം, അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ? അതിൻ്റെ ഒരു ഉറുദു വേർഷനാണ് ജയ്സി കർണി വൈസി ബർണി എന്ന് പറയുന്നത്. നാച്ചിനെ ജാനെ ആംഗൺ ഡേട്ട. നാച്ചിനെ ജാനെ, നാച്ച് എന്ന് പറഞ്ഞാൽ നൃത്തം. നാച്ചിനെ ജാനെ, നൃത്തം അറിയില്ല. ആംഗൺ ടേട്ട, എന്നിട്ട് അവൻ പറയുന്നത് ആംഗൺ ടേട്ട, നൃത്തം ചെയ്യുന്ന സ്ഥലത്തിനൊരു വളവുണ്ട് എന്ന് പറയാം. അവനക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല, എന്നിട്ട് നൃത്തം ചെയ്യുന്ന സ്ഥലത്തിന് വളവുണ്ട് എന്ന് പറയാം. കാം കർണ നെ ആത്താഹോ, ജോലി ചെയ്യാൻ അവനക്ക് അറിയില്ല. ഒരു കാമിഹിക്കോ ഹറ, എന്നിട്ട് കാമിഹിക്കോ ഹറാബ് ബത്തായ ജായ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യുക? കുറ്റം പറയാം. അതിനാണ് ഈ ഒരു പ്രോവർബ് കഹാവത്ത് ഉപയോഗിക്കൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക്